നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടി പാർവതി തിരുവോത്തിനെ അങ്ങ് തീർത്തേക്കാൻ പിണറായി വിജയന്റെ ഉത്തരവ്. മന്ത്രിമാർ എല്ലാവരും കളത്തിലിറങ്ങി ഇപ്പോൾ പാർവതിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് പാർവതി ചെയ്ത തെറ്റ്? മന്ത്രി സജി ചെറിയാന്റെ വിവരക്കേട് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. പിണറായി വിജയന്റെ ഇരട്ടത്താപ്പും തുറന്നു കാണിച്ചു. അതാണ് നടി ചെയ്തത്. പാർവതിക്ക് നട്ടല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സഖാക്കളെ, നിങ്ങൾക്കില്ലാത്ത ഒന്ന്. നിങ്ങൾക്ക് വാഴപ്പിണ്ടിയാണല്ലോ. നട്ടലുള്ളവർ നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കും. അതിന് പൊള്ളിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പൊള്ളാൻ മാത്രം ഉണ്ടായത് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന്. ഇപ്പോൾ പൊള്ളാൻ കാരണം സിനിമാ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് മന്ത്രി എം പി രാജേഷ് ഉയർത്തിയിരിക്കുന്നത്. നടി പാർവതിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു മറുപടി എം പി രാജേഷ് കൊടുത്തത്. കാരണം സിനിമ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വന്ന് കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയാണോ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്നും പാർവതി വെട്ടിത്തുറന്നു ചോദിച്ചിരുന്നു. ഇത് പിണറായിക്ക് മുഖത്തേറ്റ അടിയായിപ്പോയി. അതിനാണ് ഇപ്പോൾ എം പി രാജേഷ് വന്നു മറുപടി പറഞ്ഞത്. എന്നാൽ പാർവതിയുടെ പേരെടുത്തുപോലും പറയാതെയാണ്, പാർവതിക്കുള്ള മറുപടിയാണെന്ന് പോലും പറയാതെയാണ് എം പി രാജേഷ് ഇത്തരത്തിൽ അങ്ങ് പൊട്ടിത്തെറിച്ചത്. ഒന്നുമില്ലെങ്കിൽ ആ നടിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്കുള്ള മറുപടിയാണെന്ന് പറയാനുള്ള നട്ടല്ലെങ്കിലും എം പി രാജേഷ് കാണിക്കണമായിരുന്നു. അതിനുപോലും ധൈര്യമില്ലാതെ വന്നു നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മന്ത്രിയുടെ പവർ കാണിക്കാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ വാ തുറന്ന് അത് പറയാനുള്ള ധൈര്യം കാണിക്കണം. പക്ഷെ അതൊന്നുമില്ലാതെ നടിയുടെ പേര് പോലും എടുത്തു പറയാതെ ഒരു മറുപടി പറഞ്ഞിട്ട് മൂപ്പരങ്ങ് പോയി. അതായത് സിനിമാ കോൺക്ലേവ് നടത്തും എന്നുള്ളത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു നടപടിയും എടുക്കാതെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. നിയമ നടപടി വേണമെന്ന ആവശ്യം വരുന്നു. സർക്കാർ മിണ്ടുന്നില്ല. അതിൽ നിന്ന് തലയൂരാനാണ് സിനിമാ കോൺക്ലേവ് പ്രഖ്യാപിച്ചത്. എന്നാൽ സിനിമാ കോൺക്ലേവ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ സർക്കാരിന് പോലും ഒരു വ്യക്തതയുമില്ല. അതിനെയാണ് നടി പാർവതി ചോദ്യം ചെയ്തത്. ഇതിന് മറുപടി കൊടുക്കാനാണ് എം പി രാജേഷിനെ ഇപ്പോൾ കളത്തിലിറക്കിയത്. പക്ഷേ എം പി രാജേഷിന് കിട്ടാനുള്ളത് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. മുൻപ് നടി പാർവതി CPM-കാർക്ക് സ്വീകാര്യമായിരുന്നു. കാരണം തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടി പാർവതി രംഗത്ത് വരുമ്പോഴൊക്കെ സഖാത്തിയാണ് എന്നുവരെ CPM അങ്ങ് വെച്ചലക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ സഖാക്കളെ ചോദ്യം ചെയ്തതോടെ നടി ശരിയല്ല, നടിക്ക് നല്ല അടിയുടെ കുറവുണ്ട് എന്നുള്ള പക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ CPM. ഇതാണ് ഇവരുടെ സ്ത്രീപക്ഷ നിലപാട്. ഇവരെ ചോദ്യം ചെയ്തു പോയാൽ പിന്നെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവരെ ചോദ്യം ചെയ്താൽ പിന്നെ അവരാരും ശരിയല്ല, ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന നിലപാടും സ്വീകരിക്കും. ഇതിനെയാണ് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത്. എം പി രാജേഷിന്റെ തള്ളു കേട്ടു നോക്കാം, ഭയങ്കര കോമഡിയാ. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമേ സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് പ്രധാന കാര്യം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് ഇത്. സർക്കാരിന്റെ സമീപനം വളരെ വ്യക്തമാണ്. മറ്റൊരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ആർജവത്തോടെയുള്ള ധീരമായ നിലപാടാണ് അത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും എം പി രാജേഷ് ഗീർവാണം അടിച്ചുകൊണ്ടങ്ങ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയതെന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഉറപ്പിലാണ് പലരും കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നത്? സിനിമാ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ നയം ഉണ്ടാകണമെന്ന ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് മുന്നിലുള്ളൂവെന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മന്ത്രി എം പി രാജേഷിനോട് ചോദിക്കാനുള്ളത്, ഇത്രയ്ക്ക് ബോധമില്ലാത്ത ഒരു മനുഷ്യനാണോ നിങ്ങളെന്നാണ്. ഗതികേട് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് സാർ.
കാര്യം MP രാജേഷ് തന്നെ ഈ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇരകളും വേട്ടക്കാരും ഒന്നിച്ചാണ് ഇരിക്കാൻ പോകുന്നതെന്ന്. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. സിനിമ കോൺക്ലേവ് നടത്തുമ്പോൾ ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ്, അതായത് സിനിമാക്കാരെ വിളിച്ചിരുത്തി തങ്ങൾ കോൺക്ലേവ് നടത്തും. ഇതിൽ ലൈംഗിക അതിക്രമം നടത്തിയവരും ലൈംഗിക അതിക്രമണം നേരിട്ടവരും ഉണ്ടല്ലോ സാർ. അത് തന്നെയല്ലേ നടി പാർവതിയും ചോദിച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് ബോധമില്ലാത്ത ഒരു സർക്കാരാണല്ലോ ഭരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും തലയിൽ കൈവച്ചു പോകുകയാണ് സാർ. പറയാതിരിക്കാൻ നിവർത്തിയില്ല സാർ. MP രാജേഷിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്, സിനിമ കോൺക്ലേവ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തുമെന്ന്. അപ്പോൾ സിനിമാക്കാരെ അല്ലേ നിങ്ങൾ വിളിക്കുന്നത്, അല്ലാതെ സ്പോർട്സിലുള്ളവരെ അല്ലല്ലോ. അത് തന്നെയാണ് പാർവതിയും പറഞ്ഞത്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നത് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയണം. അങ്ങനെ ഒരു വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് മിണ്ടാതെ ഒരു മൂലക്കിരിക്കുക. ഇതിനൊന്നും കഴിവില്ലാതെ വെറുതെ ബാക്കിയുള്ളവരെ കുറ്റം പറയാനും അടിച്ചിരുത്താനും വന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. MP രാജേഷ് പിന്നീട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ, അതായത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു, ഇരകളും വേട്ടക്കാരും തന്നെയാണ് സിനിമാ കോൺക്ലേവിൽ വന്നിരിക്കാൻ പോകുന്നതെന്ന്. അതിനെ ചോദ്യം ചെയ്ത നടിയാണിപ്പോൾ കുറ്റക്കാരിയായി മാറിയിരിക്കുന്നത്. എന്താണ് സാർ നിങ്ങളോടൊക്കെ ഇനി പറയേണ്ടത്? ഇത്രത്തോളം ബോധവും വകതിരിവും ഇല്ലാത്ത ഒരു സർക്കാർ ഇക്കാലത്തോളം കേരളം ഭരിച്ചിട്ടുണ്ടാകില്ല. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഇവർക്ക് തന്നെ വ്യക്തതയില്ല, നിലപാടുകളില്ല. അഥവാ എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ പിന്നീട് അടുത്ത നിമിഷം തന്നെ ആ നിലപാട് മാറ്റി പറയും. ഇത്രത്തോളം നിലപാടില്ലാത്ത ഒരു സർക്കാരിനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്വന്തമായ ഒരു മറുപടി പോലും ഇല്ലാത്ത, വല്ലവരുടെയുമൊക്കെ കാല് നക്കി അവർ പറയുന്നതനുസരിച്ച് അവരുടെ താളത്തിന് നിന്ന് തുള്ളുന്ന ഒരു സർക്കാർ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ. അത്രത്തോളം അധപ്പതിച്ചു പോയി. സത്യം പറഞ്ഞാൽ പാർവതിയെയൊക്കെ അവരാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നടി, ഒരു മനുഷ്യൻ എന്ന് പറയണം. കാരണം ഈ സർക്കാരിനെ കൊണ്ട് ഒരു പുണ്ണാക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഉണ്ടാകാനേ പോകുന്നില്ല. എന്തെങ്കിലും ഉണ്ടാകുമെന്ന് മലയാളികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ വിഡ്ഢിതരമായിരിക്കും. കാരണം ഈ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ. ഈ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറയുന്നവരും മലയാള സിനിമയിൽ ക്രിമിനലുകളുണ്ട്, 15 അംഗ സംഘമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ 15 അംഗ സംഘം സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു നടപടിയും ഈ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുക്കാനേ പോകുന്നില്ല. പക്ഷേ പറയുകയാണ് പാർവതിയെ പോലെയുള്ള ആൾക്കാരെയാണ്, അതായത് ഇതിലെ തെറ്റായ വിഷയങ്ങളെ അവർ തുറന്നു കാട്ടുകയും സർക്കാരിന്റെ ഭാഗത്തെ പിടിപ്പുകേടുകളെ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട് പാർവതി. നിവർന്നു നിന്ന് ചോദ്യം ചോദിച്ചതാണ് ഇപ്പോൾ CPM-നെയും സർക്കാരിനെയും പൊള്ളിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കണമെന്ന ആവശ്യം വ്യാപകമാകുമ്പോഴും സംസ്ഥാന സർക്കാരിൽ ഇക്കാര്യത്തിൽ 2 അഭിപ്രായമാണ് ഇപ്പോഴുള്ളത്. സിനിമാ രംഗത്തെന്ന പോലെ സർക്കാരിലും ഈ വിഷയത്തിൽ 2 വിഭാഗം ഉണ്ടായി. കേസെടുക്കണമെന്ന ആവശ്യം സിനിമാക്കാരിൽ ചിലർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്, നടി ഉഷ ഹസീന തുടങ്ങി പലരും നടപടികൾക്കായി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ നിയമപരമായ നൂലാമാലകൾ ഏറെ നേരിടേണ്ടി വരുമെന്നതിനാൽ സർക്കാർ ഇക്കാര്യത്തിൽ മെല്ലെ പോക്ക് നയം സ്വീകരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഹേമ കമ്മിറ്റി വിഷയത്തിൽ സർക്കാരിൽ തന്നെ അടിപൊട്ടിയിട്ടുണ്ട്. പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് മന്ത്രിമാരിൽ ചിലർ ആവർത്തിക്കുന്നത്. റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സിനിമാ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന്. പിണറായി വിജയൻ സർക്കാരിനെ അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കോടതി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. അതായത് ഹേമ എന്ത് റിപ്പോർട്ടാണോ സമർപ്പിച്ചത് അതിന്റെ വള്ളിയും പുള്ളിയും കുത്തും കോമയും പോലും മാറാതെയുള്ള റിപ്പോർട്ട് കിട്ടണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.
റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഇത് പിണറായിക്കിട്ടുള്ള നല്ല ഒന്നാന്തരം അടിയായിപ്പോയി. കാരണം KB ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഈ റിപ്പോർട്ടിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ബാലഗോപാൽ ശബ്ദമുയർത്തിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് പറഞ്ഞ ബാലഗോപാൽ നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സമില്ലെന്നാണ് വ്യക്തമാക്കിയത്. അതൊരു പിണറായിക്കിട്ട് കൊടുത്ത നല്ല ഒന്നാന്തരം അടിയായിരുന്നു. എന്നാൽ ബാലഗോപാലിന്റെ ഈ പ്രസ്താവനയെ അട്ടിമറിച്ച് P സതീദേവിയെ കളത്തിലിറക്കി പിണറായി വീണ്ടും ഉഡായിപ്പിറക്കിയിട്ടുണ്ട്. പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പറഞ്ഞത്. പരാതി കൊടുക്കാൻ തയ്യാറായാലേ നടപടിയെടുക്കാൻ കഴിയൂവെന്നാണ് സതീദേവി പറഞ്ഞത്. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ പിണറായിയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വരാനും സാധ്യത കുറവാണ്. ഇത് സർക്കാരിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരി ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. അതൊന്നുമല്ല, അതിനേക്കാൾ വലിയ കോമഡി AK ബാലൻ പറഞ്ഞതാണ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ ഏത് കൊമ്പത്തെ വമ്പനായാലും നടപടിയെടുക്കുമെന്നാണ് മുൻ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലന്റെ വാദം. അതെ നിങ്ങൾ ഇപ്പോൾ അങ്ങ് മറിക്കും. ഒരു പുണ്ണാക്കും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന വമ്പന്മാരിൽ കൈരളിയുടെ തലപ്പത്തുള്ള നടനൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നടപടിയെടുക്കും. വെറുതെ ഗീർവാണം അടിച്ച് വീണ്ടും ഏറിൽ കയറാൻ ബാലനെ പോലുള്ള നേതാക്കൾ വരരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ചിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറം ലോകം കാണണമെങ്കിൽ കോടതിയുടെ ഇടപെടൽ തന്നെ ഉണ്ടാകണം. ഒരാളെങ്കിലും പരാതിയുമായി വന്നാൽ നിയമ നടപടി എടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പലരും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും സർക്കാർ മൗനത്തിലാണ്. ഞങ്ങൾ ഉറക്കത്തിലാണ്. ഞങ്ങൾ ഉറക്കമുണർന്ന് എന്തെങ്കിലും നടപടി എടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എടുക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയാനുള്ളത്, മലയാളികളോടാണ് പറയാനുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും മലമറിക്കുന്ന സംഭവം ഉണ്ടാകും, സർക്കാർ മലമറിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ ശുദ്ധ വിഡ്ഢിത്തം മാത്രമായിരിക്കും. കാരണം ഒരു പുണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല. സർക്കാർ വേട്ടക്കാർക്കൊപ്പം തന്നെയാണ്. വേട്ടക്കാർ ഒക്കെ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇരകളായി തന്നെ ഇരിക്കുക. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം തന്നെ നമുക്ക് വ്യക്തമായതാണ് ഈ സർക്കാരിൽ നിന്ന് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും പറയുകയാണ്, നടി പാർവതിക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ആരെയും ഭയക്കാതെ, ഒന്നിനെയും ഭയക്കാതെ അവരൊക്കെ രംഗത്ത് വന്നിട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് ശരിക്കുള്ള പോരാളികൾ. കാരണം ഇനി അവസരങ്ങൾ കിട്ടില്ല എന്ന് പോലും അവർക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും അതിനെ ഒന്നും കൂസാതെ സർക്കാരിനെതിരെയും ഈ സിനിമാ മേഖലയിലെ ക്രിമിനലുകൾക്കെതിരെയും ശക്തമായ രീതിയിലുള്ള നടപടിയാണ്, നിലപാടുകളാണ് അവർ പറയുന്നത്. നിലപാടുകൾ ഈ CPM-ന് ഇല്ലാത്തത് എന്താണോ അതുള്ള ആൾക്കാരാണ് ഈ നടിമാരൊക്കെ. നമുക്കറിയാം, സിനിമയിൽ മുണ്ടുമടക്കി കുത്തിയും തോള് ചരിച്ചും മീശ പിരിച്ചുമൊക്കെ കസറിയ നായകന്മാരും കൂളിംഗ് ഗ്ലാസ് വെച്ചും പഞ്ച് ഡയലോഗ് പറഞ്ഞും കയ്യടി നേടിയ നടന്മാരും ഒക്കെ വില്ലന്മാരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും ഈ നടിമാരാണ് ഇതിനെതിരെ കുറച്ചുപേർ, വളരെ കുറച്ചുപേരാണ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതിലൊരു കരുത്തുറ്റ നടിയാണ് പാർവതി. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കേരളം അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. നട്ടെല്ലുണ്ടല്ലോ അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. അതില്ലാതെ പോയത് സ്ത്രീപക്ഷമെന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന, അതിനപ്പുറം ഒരു വാക്കും പറയാനില്ല, സ്ത്രീപക്ഷമെന്ന് വെറുതെ മൈക്കിലൂടെ കുരയ്ക്കുന്ന ഈ സർക്കാരിന് അതൊന്നും ഉണ്ടാവില്ല, നട്ടെല്ലുണ്ടാവില്ല. പകരം വാഴപ്പിണ്ടിയാണ്. എന്തായാലും പാർവതിക്കൊരു ബിഗ് സല്യൂട്ട്, സർക്കാരിനെയും വെള്ളം കുടിപ്പിക്കുന്നതിന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.